തൃശൂർ കോൺഗ്രസിനുള്ളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണെന്ന് ആരോപണം ഉയരുകയാണ്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ലക്ഷ്യമിട്ട് ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് KC ഗ്രൂപ്പ് അനുകൂലികൾ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് മോഹികളായ നേതാക്കൾ ബോധപൂർവം വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. മേയർ തെരഞ്ഞെടുപ്പ്, മറ്റത്തൂരിലെ BJP സഖ്യവിവാദം എന്നിവ ഇതിന്റെ ഭാഗമാണ് എന്നും കോൺഗ്രസുകാർ വിലയിരുത്തുന്നു. ഒല്ലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിൽ ജോസഫ് ടാജറ്റ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളത് പരിഗണിച്ച് DCC മുൻ അധ്യക്ഷൻ ജോസ് വെള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് ആരോപണം. അതിൻ്റെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ നൽകും. ലെവിൻ, അതിൻ്റെ ഈ ഇൻട്രോയിൽ തന്നെ എല്ലാ വിവരങ്ങളും ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതായത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എന്താണ് ഈ ഗ്രൂപ്പ് തർക്കം വലിയ തോതിൽ അവിടെ ഒരു പ്രശ്നമാവുകയാണ് തൃശ്ശൂരിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? സനീഷ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തൃശ്ശൂരിലെ ഗ്രൂപ്പുകൾ ചിഹ്ന ഭിന്നമായി പോയി. തൃശൂർ കോൺഗ്രസിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു വിഭാഗം KC അനുകൂലികളായ ആളുകൾ വിമർശനവും പരാതിയും ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം. പക്ഷേ ആ വിവാദങ്ങൾ സ്വാഭാവികമായി ഉണ്ടായതല്ല, അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട ലാലി ജെയിംസ് ഉന്നയിച്ച ആരോപണങ്ങളുടെ മുന DCC പ്രസിഡന്റിലേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ മറ്റത്തൂരിലെ സംഭവം, കോൺഗ്രസിന്റെ ദേശീയ നയത്തിനൊക്കെ വിരുദ്ധമായിട്ടുള്ള നടപടി ഉണ്ടായപ്പോൾ DCC പ്രസിഡന്റ് അടിയന്തരമായി ഈ ആളുകളെ പുറത്താക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ മറുവിഭാഗം തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾക്കകം വാർത്താ സമ്മേളനം നടത്തുകയും ഉന്നം വെച്ച് ലക്ഷ്യം വെച്ചത് DCC പ്രസിഡന്റിനെയാണ്. അത് കൃത്യമായി നേതൃത്വത്തിന്റെ വീഴ്ച കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ DCC പ്രസിഡന്റ് അതിനകത്ത് ഇടപെട്ടില്ല, നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടയാൾ അത് അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും മറ്റും ചെയ്തു. ചൊവ്വന്നൂരിൽ DCC അധ്യക്ഷൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും SDPI ബന്ധത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായ നിതീഷ് രാജിവെക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം DCC പ്രസിഡന്റിന്റെയും DCC നേതൃത്വത്തിന്റെയും കഴിവ് കാണാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുമാത്രമല്ല, വിവാദങ്ങൾ പാർട്ടി നിലയിലുള്ള അച്ചടക്ക നടപടികളും തുടർ നടപടികളും സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ട് DCC അധ്യക്ഷനെ താറടിച്ച് കാട്ടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ശരി, നന്ദി ലെവിൻ വിവരങ്ങൾക്ക്. അതായത് അവിടെ ജോസഫ് ടാജറ്റ് അവിടെയുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചേക്കും, നിയമസഭാ മണ്ഡലത്തിൽ. അതുകൊണ്ട് ജോസഫ് ടാജറ്റാണ് ഇപ്പോഴത്തെ അവിടെ DCC പ്രസിഡന്റ്, DCC അധ്യക്ഷൻ. അദ്ദേഹം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. അതുകൊണ്ട് മുൻകൂട്ടി തന്നെയും അദ്ദേഹത്തെ ആ കാര്യത്തിൽ തടയാൻ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻ DCC പ്രസിഡന്റ് ഗ്രൂപ്പ് ശ്രമിക്കുന്നു എന്ന് വേണം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആ കാര്യങ്ങൾ അവിടെ വലിയ വിശദമായിട്ട് ചർച്ചയാണ് ഈ കോൺഗ്രസിനകത്ത്.